നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന ഒരാളും എയോ ഐയോ ഗ്രൂപ്പ് സംബന്ധമായിട്ടുള്ള ആരുമല്ല, സാധാരണ ജനങ്ങളാണ്. സാധാരണ ജനങ്ങൾക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. സാധാരണ ജനങ്ങൾ ആണ് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പില്ല, ഒന്നുമില്ല. VDക്ക് അനുകൂലമായിട്ടുള്ളൊരു പ്രസ്താവന ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നു. ഹൈക്കമാൻഡിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. ഇപ്പോൾ ഒരു 5 മണിയോടുകൂടി VD സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം, ആഗ്രഹവും. ഞങ്ങൾ 200% കോൺഫിഡൻസിലാണ്. VD തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഞങ്ങൾ ആ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യുന്നതാണ്. രാവിലെ തന്നെ ഞങ്ങളിവിടെ വന്നുകൂടിയതാണ്. ഇനി അതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. അല്ല മറിച്ചാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രതിഷേധ പ്രകടനം ഞങ്ങൾ. കേരളത്തിലെ കോൺഗ്രസിൻ്റെ സാധാ പ്രവർത്തകരും അതുപോലൊപ്പം പൊതുജനങ്ങളും പുതുതലമുറയും അടക്കം VD സതീശനോടൊപ്പമാണ്. VD സതീശനുള്ള പിന്തുണയായിട്ടാണ് 102 സീറ്റുകൾ കേരളത്തിലെ ജനങ്ങൾ UDFന് സമ്മാനിച്ചത് എന്ന് ഹൈക്കമാൻഡിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തിനകം പ്രഖ്യാപനം വരുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ്റെ പേര് പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും തർക്കവുമില്ല. എന്തായാലും VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് വളരെ വലിയ ആവേശകരമായൊരു വൈകാരികമായ ഒരു പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടാകുന്നത്. സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്ന പ്രതീക്ഷ നിൽക്കുന്നു. ഹൈക്കമാൻഡ് തീരുമാനം എന്തായാലും അംഗീകരിക്കുന്നു. എങ്ങനെയാണ്? 100% സതീശൻ സാറ് മുഖ്യമന്ത്രി ആവണമെന്നാണ് ജനങ്ങളുടെ താല്പര്യം. അത് ഒറ്റ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാൾ കൊണ്ട് മാത്രമാണ് രാഷ്ട്രീയക്കാരെ ആരും അംഗീകരിക്കാതെ ഇന്നത്തെ യുവാക്കളെല്ലാവരും തന്നെ, യുവാക്കളെന്നല്ല ആബാലവൃദ്ധം ജനങ്ങളും സതീശൻ സാറിൻ്റെ പിന്നിൽ അണിനിരക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ്. ഓരോരോ വിഷയങ്ങളും അദ്ദേഹം പഠിച്ച് എടുക്കുന്ന നിലപാടുകളനുസരിച്ചാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. അപ്പോൾ വിജയം ഉറപ്പാണ്. ഇത് നമ്മുടെ ദേശീയ നേതൃത്വം അത് അംഗീകരിക്കുമെന്നാണ് മറ്റുള്ളവരെല്ലാവരും ധാരണ. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്. കേരളത്തിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആവുമെന്നാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾ, UDF പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും പൊതുജനങ്ങളും കരുതിയിരിക്കുന്നത്. അത് KC വേണുഗോപാൽ MP പിന്മാറി VD സതീശന് കളമൊരുക്കുമെന്നാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും വികാരം അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. കേരള ജനതയുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അധീനമായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ഇവിടെ നടന്നത്. 102 സീറ്റ് UDFന് കിട്ടാൻ കാരണം VD സതീശൻ എന്ന നിലപാടിൻ്റെ രാജകുമാരൻ തന്നെ CM ആയി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് യുവജനങ്ങളും കുട്ടികളും സ്ത്രീകളടക്കമുള്ളവർ ഈ ഇലക്ഷനെ കണ്ടതും. അതുപോലെ നല്ലൊരു പ്രഖ്യാപനം ഈ 5 മണിക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്, പ്രതിപക്ഷ നേതാവിനെ തന്നെ CM ആയി പ്രഖ്യാപിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ പ്രവർത്തനം കാത്തിരിക്കുന്നത്. ദിവ്യ, അത് തന്നെയാണ് കാരണം. VD സതീശൻ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നത് കാത്തു നിൽക്കുകയാണ് ഈ ആലുവ ദേശത്തെ വീട്ടിലുള്ള എല്ലാ പ്രവർത്തകരും. ആ ഒരു വലിയ വൈകാരികതയാണ് ഇവരെല്ലാം ഉള്ളത്. ഞങ്ങൾ പ്രവാസ ലോകത്ത് നിന്ന് ഇവിടെ എത്തിയാണ്, ഖത്തറിൽ നിന്ന്. ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകരും മാത്രമല്ല, കേരള ജനത ഒന്നാകെ ആഗ്രഹിക്കുന്നത് ശ്രീ VD സതീശൻ മുഖ്യമന്ത്രിയാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 102 സീറ്റ് UDFന് കിട്ടിയത്. അതുപോലെ കേരളത്തിലെ ജനങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾ പ്രവാസ ലോകത്തും ഞങ്ങൾ വളരെ ആവേശത്തോടു കൂടിയാണ് ശ്രീ VD സതീശൻ്റെ മുഖ്യമന്ത്രി ആകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ വസതിയിലുള്ളത്. കേരളം ഒരു നല്ല കേരളം സൃഷ്ടിക്കാനായിട്ട് അഡ്വക്കേറ്റ് VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും തന്നെയാണ് കേരളത്തിലെ 99% ജനങ്ങളും വിശ്വസിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നു.